മലയാളത്തിന്റെ സാഹിത്യകാരൻ ജോർജ് ഓണക്കൂർ പറഞ്ഞതുപോലെ ഇന്ത്യ രാജ്യത്തിന്റെ ജുഡീഷ്യറി ഒരു ചിലന്തി വലയാണ്. ആ ചിലന്തി വലയായി മാറിയ ജുഡീഷ്യറിയിൽ ആരെയും കൊടുക്കാൻ കഴിയുന്ന പൊട്ടാത്ത വലക്കണ്ണുകളുള്ള ജുഡീഷ്യറി എന്ന് പറയുന്ന ഒരു ജനാധിപത്യ സംവിധാനത്തിന്റെ പ്രധാനപ്പെട്ട അടിസ്ഥാന തത്വം ഒരു ചിലന്തി വലയാവുകയും ആ ചിലന്തി വലയിൽ അന്നം തേടി പോകുന്ന പാറ്റകളോ പൂമ്പാറ്റകളോ എട്ടുകാലികളോ പെടുകയും ഹിംസ്രജന്തുക്കളായ സിംഹവും കാട്ടാനയും ഒക്കെ അതിനെ പൊട്ടിച്ചുകൊണ്ട് കടന്നു പോകുമ്പോൾ നിയമത്തിന്റെ വഴിക്ക് പോയിട്ടുണ്ടോ? 2.5 പതിറ്റാണ്ട് കാലമായി ചെയ്ത തെറ്റേയതെന്നറിയപ്പെടാതെ വിചാരണകൾ ബോധമായി വൈകിക്കപ്പെട്ടും സാക്ഷികളെ വിലക്കെടുക്കപ്പെട്ടും നീതിപീഠത്തെ മുഴുവനും ഏകാധിപത്യത്തിന്റെ സ്വാധീനത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ടും, ഞാനിത് പറയുന്നത് ബോധപൂർവമാണ്, ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ പ്രശാന്ത് ഭൂഷൺ കൊടുത്ത കേസ് സ്വീകരിക്കുമ്പോൾ ഇന്ത്യയുടെ കോടതി പറഞ്ഞത് സംശയകരമായ തെളിവുകളെ അടിസ്ഥാനമാക്കി കേസെടുക്കാൻ കഴിയില്ലെന്നാണ്. അതേ നീതിപീഠത്തിൽ നിന്ന് വിരമിച്ചു പോയ ജസ്റ്റിസ് കജ്ജു പിറ്റേ ദിവസം അദ്ദേഹത്തിന്റെ ട്വിറ്ററിൽ കുറിച്ചത് സംശയകരമായ തെളിവുകളെ അന്വേഷിക്കാനല്ലെങ്കിൽ പിന്നെ കോടതി എന്തിനെന്നാണ്. ഒരേ ഭാഗത്ത് തന്നെ ഇന്ത്യ രാജ്യത്തിന്റെ പരമോന്നതമായ നീതിപീഠത്തെ പ്രതിനിധീകരിച്ചവർ തന്നെ ഒരു വിഭാഗം വിധി പറയുന്നു, സംശയകരമായ തെളിവുകളുടെ പേരിൽ അന്വേഷണത്തിന് ഉത്തരവിടാൻ കഴിയില്ല. കാരണം സുപ്രീം കോടതി ഉത്തരവിട്ടാൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയല്ല രാഷ്ട്രപതിയാണെങ്കിൽ പോലും തെളിവുകൾ ഹാജരാക്കാൻ നിർബന്ധിതമാകും. കോടതിയിൽ തെളിവുകൾ പറയേണ്ടി വരും. അതുകൊണ്ട് അന്വേഷണത്തിന് ഉത്തരവില്ല. അതേ സ്ഥാനത്ത് നിന്ന് വിരമിച്ച ജസ്റ്റിസ് കജ്ജു പിറ്റേ ദിവസം പ്രതികരിക്കുന്നു, തെളിവുകൾ സംശയത്തിന്റെ തെളിവുകളെ അന്വേഷിക്കാനല്ലെങ്കിൽ പിന്നെ എന്തിനാണ് കോടതിയെന്ന്. ഒരേ മതവിധികൾക്ക് തന്നെ ഇവിടെ നമുക്ക് പരാതിയുള്ളത് ഈ നീതിയുടെ ഇരട്ടമുഖത്തെ കുറിച്ചാണ്. അലഹബാദ് ഹൈക്കോടതിയിൽ ഏക സിവിൽ കോഡുമായി മുത്തലാഖുമായി ബന്ധപ്പെട്ട വിഷയം കോടതി പരിഗണിക്കുമ്പോൾ കോടതി പറയുന്നത് ഈ മതനിയമങ്ങളിൽ അത് സുനിശ്ചിതമായ നിയമമല്ല. ജുഡീഷ്യറിക്കും ഭരണ സംവിധാനത്തിനും മതനിയമങ്ങളെ മാറ്റാൻ അധികാരമുണ്ട്. അലഹബാദ് ഹൈക്കോടതി 2 ദിവസം കഴിഞ്ഞില്ല. കേരള ഹൈക്കോടതിയിൽ തിരുവനന്തപുരത്തെ അനന്തപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ചുരിദാർ ധരിച്ചുകൊണ്ട് കയറാമോ എന്ന വിഷയത്തിൽ നമുക്ക് യാതൊരുവിധ നിർബന്ധമില്ല. ചുരിദാർ ധരിച്ചുകൊണ്ടോ കാഷായ വസ്ത്രം ധരിച്ചുകൊണ്ടോ അതൊന്നും നാമുമായി ബന്ധപ്പെട്ട വിഷയമല്ല. ആ ഒരു വിധിയുമായി പണ്ട് അനന്തപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ചുരിദാർ ധരിച്ചുകൊണ്ട് കയറാമോ എന്ന വിധിയെ കേസ് പരിഗണിക്കുമ്പോൾ കേരള ഹൈക്കോടതി വിധി പ്രഖ്യാപിക്കുന്നു, മതനിയമങ്ങളിൽ ഇടപെടാൻ കോടതിക്ക് അധികാരമില്ല. അലഹബാദ് ഹൈക്കോടതി മുത്തലാഖുമായി ബന്ധപ്പെട്ട് പറയുന്നു, മതനിയമങ്ങൾ ശാശ്വതമല്ല, കോടതിക്ക് അധികാരമുണ്ട്. നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്ന് പറയുമ്പോൾ ഏത് നിയമത്തെയാണ് ഇന്ത്യ രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനത്തെ അംഗീകരിച്ചുകൊണ്ടും അനുവദിച്ചുകൊണ്ടും അവധാനതയോടുകൂടി അംഗീകരിച്ചുകൊണ്ടും ജീവിക്കുന്ന മതന്യൂനപക്ഷം പിന്നപ്പെട്ടത് എന്ന് ചോദിക്കുമ്പോൾ 2.5 പതിറ്റാണ്ടായി മഹദരിക്ക് നീതി ലഭിച്ചിട്ടില്ല എങ്കിൽ, തസ്ലീമിന് നീതി ലഭിച്ചിട്ടില്ല എങ്കിൽ, എം അക്ബറിന്റെ മുമ്പിലേക്കല്ല ആദ്യം വേട്ടക്കാരൻ പോയത്. അന്ന് നിസ്സംഗതയോടെ നോക്കി നിന്ന നമ്മൾ ഇന്ന് ഒന്നിച്ചു ചേർന്ന് മൗനത്തിന്റെ വാല്മീകത്തിൽ നിന്ന് വാചാരതയിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ ഞാനതിനെ നിരുത്സാഹപ്പെടുത്തുന്നില്ല. എന്ന് പറഞ്ഞതുപോലെ ഇല്ലാതിരിക്കുന്നതിനേക്കാൾ നല്ലത് വൈകി ഉണരുന്ന ബുദ്ധിയാണെങ്കിലും അതിദൂരം വൈകിയാൽ ലക്ഷ്യത്തിലേക്കെത്താൻ അതിനേക്കാൾ നമ്മൾ വൈകുമെന്ന ഒരു പരമമായ സത്യത്തെ ബോധ്യപ്പെടുത്താൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഞാനൊന്ന് ചോദിക്കട്ടെ, ഇന്ത്യ രാജ്യത്തെ കേരള സംസ്ഥാനത്തിലേക്ക് ഞാൻ വരികയാണ്. മതപ്രബോധകരെ വേട്ടയാടുന്നു. എം അക്ബറിനെ തേടി മാത്രമല്ല പോയത്. ഈ കേരളത്തിൽ നിറഞ്ഞു നിന്ന് കാശ്മീരിലെയും ഹരിയാനയിലെയും ഉത്തർപ്രദേശിലും ചെരുപ്പ് കുത്തിയുടെ മകനായി ജനിച്ച് ചെരുപ്പിട്ട് നടക്കാൻ പോലും ബാല്യത്തിന് ഭാഗ്യം ലഭിക്കാത്ത ആയിരക്കണക്കിന് അനാഥ മക്കളെ മലബാറിലെയും കോഴിക്കോടിലെയും അനാഥാലയങ്ങൾ കൊണ്ടുവന്ന് അവർക്ക് പൂർണ്ണമായ ആത്മീയ ഭൗതിക സമന്വയ അക്ഷര വിപ്ലവം നൽകി അവരെ IAS പോലും ആക്കി മാറ്റിയ അനാഥകളിലേക്ക് കാക്കിപ്പട മുഴുവനും ഇരച്ചു കയറിയപ്പോൾ അന്ന് നമുക്ക് സംസാരിക്കാൻ കഴിഞ്ഞില്ല, അന്ന് നമുക്ക് പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ല. അതങ്ങനെ ആവട്ടെ എന്ന് ഞാൻ പറഞ്ഞു. ഇവിടെ എല്ലാവരും ഐക്യത്തെക്കുറിച്ച് പറഞ്ഞു. ഞാനിതിന് യാതൊരുവിധ അനൈക്യത്തിന്റെ സന്ദേശവും നൽകുന്നില്ല. പക്ഷെ ഒരു പ്രാവശ്യം നമ്മൾ ഓർക്കണം, വേട്ടക്കാരന്റെ മുമ്പിൽ ഇരകളുടെ നിറത്തിന് വ്യത്യാസമില്ല. മാനും മയിലും ഒരേപോലെയാണ്. കേജ് കെട്ടിയിട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ട് UAP പറ്റിയവരിൽ ഞങ്ങളുടെ ആശയക്കാരില്ലല്ലോ, ഞങ്ങളില്ലല്ലോ, അതിന് സുന്നികളല്ലേ, അവരല്ലേ എന്ന് പറയുമ്പോൾ അവസാനം വേട്ടക്കാരൻ മാൻ തീരുമ്പോൾ പിന്നെ മയിലാണെങ്കിലും മതി എന്ന് കരുതി അവനവന്റെ മുമ്പിലേക്ക് വരുമ്പോൾ നേരത്തെ പറഞ്ഞ ചിന്താധാരകൾക്കപ്പുറത്തേക്ക് വേട്ടക്കാരന്റെ ശബ്ദം കേട്ട് കിടക്കപ്പായിൽ നിന്ന് ഞെട്ടിയെഴുന്നേറ്റിട്ട് മൂച്ച പിടിക്കുന്നതിനല്ല, അതിനു മുമ്പേ അപ്പുറത്ത് നിന്ന് കടന്നു വരുന്ന വേട്ടപ്പാരന്റെ കനത്ത കാലച്ചതിന്റെ ചെന്തുകൊണ്ട് കേൾക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ
ചരിത്രത്തിലെ ഏറ്റവും വലിയ നിസ്സംഗതയുടെ സമൂഹമായി ഭാരത മുസ്ലിമീങ്ങൾ ചരിത്രത്തിൽ അടയാളപ്പെടുത്തുമെന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. ഞാൻ കേരളത്തെക്കുറിച്ച് ആശങ്കപ്പെടുന്നത്, ഞാൻ പൊതുവെ പറയട്ടെ, എന്നെ സംബന്ധിച്ചോളം തുറന്നു പറയുന്നൊരു കാര്യത്തിൽ ചിലപ്പോൾ നിങ്ങൾ തോന്നുമായിരിക്കും ഞാൻ മാനവീയ പ്രേമിയായ എത്ര തന്നെ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. ഒരു വിധേയത്വമില്ലാതെ ഞാൻ പറയുകയാണ്, വർഗീയതക്കെതിരെ എന്നും ഒരു ചെറുത്തുനിൽപ്പ് നടത്തുന്ന ഒരു പ്രസ്ഥാനം എന്ന രീതിയിലാണ് ഇടതുപക്ഷ പ്രസ്ഥാനത്തെ കേരള ജനത ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. കഴിഞ്ഞ UDF സർക്കാരിന്റെ തോൽവിയുടെ കാരണം അതിന്റെ ചെയർമാനടക്കമുള്ള യൂസുഫായി ഇരിക്കുമ്പോ വ്യക്തമായി പറയുന്നു, മതന്യൂനപക്ഷങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം വർഗീയതയെ ചെറുക്കുന്നതിൽ ഈ വലതുപക്ഷ പ്രസ്ഥാനത്തിന് കഴിഞ്ഞില്ല എന്ന് തോന്നിയ ന്യൂനപക്ഷങ്ങളുടെ തിരിച്ചറിവാണ് ഇടതുപക്ഷ പ്രസ്ഥാനത്തെ ഇപ്രാവശ്യം അധികാരത്തിലെത്തിയത് എന്ന് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ മുതലുള്ള മുഴുവൻ രാഷ്ട്രീയ വിശകലനം നടന്നതാണ്. ന്യൂനപക്ഷ വോട്ടാണ് ഇവരെ അധികാരത്തിലേക്കിയത്. അതുകൊണ്ട് ന്യൂനപക്ഷത്തിന്റെ വോട്ടുകൾ വെള്ളാപ്പള്ളി പറഞ്ഞതുപോലെ കമലിനെ പിന്തുണയ്ക്കുന്നവർ കമാലുദ്ദീന്റെ വോട്ടിനാണെന്ന് പറഞ്ഞാൽ, മിസ്റ്റർ വെള്ളാപ്പള്ളി, ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ കമാലുദ്ദീന്റെ വോട്ട് നേടാതെ കമലാക്ഷന്റെ വോട്ട് നേടിയിട്ടാണ് ഇവിടുത്തെ പ്രസ്ഥാനങ്ങൾ അധികാരത്തിൽ വന്നിട്ടുള്ളത്. കമാലുദ്ദീന്റെ വോട്ടിനോട് നിങ്ങൾക്ക് എന്താ ഇത്ര അയിത്തം? നിങ്ങൾക്ക് ഇത്ര വലിയ ബുദ്ധിമുട്ടെന്നാണ്? കമാലുദ്ദീന്റെ വോട്ട് ആഗ്രഹിക്കുന്നവരാണ് കമലിനെ പിന്തുണയ്ക്കുന്നവർ. കേരളത്തിന്റെ ഭീതി, കേരളത്തിന്റെ അവസ്ഥ, ഉത്തരേന്ത്യയിലെ ആ ശബ്ദം ഇവിടേക്ക് വരില്ല എന്നൊക്കെ മലയാളികളോട് ഞാൻ പറയുന്നു. ഞാൻ പറയുന്ന കമൽ മാത്രമല്ല, കമൽ ചവറ എന്ന് പറയുന്ന തീപിടിക്കുന്ന അക്ഷരങ്ങളിലൂടെ ഫാസിസത്തിനെ പ്രതിരോധത്തിന്റെ വലകെട്ടിയ കേരളത്തിന്റെ ഒരു സാഹിത്യകാരൻ പറയുന്നു, ഞാൻ ഇനി എഴുതില്ല. തന്റെ പേന താഴെ വെച്ച് അക്ഷരത്തിനോട് വിട പറഞ്ഞ്, അക്ഷരങ്ങളോട് പോലും, ആശയത്തോട് മാത്രമല്ല അക്ഷരങ്ങൾ പോലും കേരളത്തിലെ ഒരു സാഹിത്യകാരനാണ് പറയുന്നത്. ഏതൊരു സമൂഹത്തിന്റെയും പുരോഗതിക്ക് നേതൃത്വം വഹിച്ചത് വാക്കാണ്, വാളുകളല്ല. വാക്കുകൾ പോലും കമൽ ചവറ എന്ന് പറയുന്ന എഴുത്തുകാരൻ പറയുന്നു, ഞാൻ ഇനി എഴുതില്ല. UAP ചാത്തപ്പെടാരോടാണ് പ്രതികരിക്കുന്നവനെ പ്രതിയാക്കി നിർത്തി പ്രതികാരവാന്തയോടെ പ്രതികാരം തീർക്കുന്ന പ്രഖ്യാപിത രാജാക്കന്മാരോട്, അക്ഷരങ്ങളെ ഭയക്കുന്നവരോട്, വയനാടിന്റെ വനനിലങ്ങളിൽ മാവോയിസ്റ്റുകളെ തോക്ക് ചൂണ്ടി വെടിവെച്ച് തീർത്തുക, വെടികൊണ്ടല്ല ശബ്ദം തീർക്കേണ്ടത്. നീതിന്യായ വ്യവസ്ഥയുടെ മുമ്പിൽ അവരെ ഹാജരാക്കപ്പെടട്ടെ. രാവിലെ കടിക്കാനെന്ന ഭക്ഷണത്തിന്റെ കൂടെ വന്ന 3.5 ഇഞ്ച് പോലും വലിപ്പമില്ലാത്ത സ്പൂണിനെ കത്തിയായി ഉപയോഗിച്ച് ഇന്ത്യയിലെ ഏറ്റവും വലിയ ജയിലിന്റെ 14 അടി പൊക്കമുള്ള മതില് ചാടിക്കടന്ന് സെക്യൂരിറ്റിക്കാരന്റെ വയറ്റിൽ സ്പൂണ് കൊണ്ട് കുത്തി. ലോകത്താദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കൊലപാതകം ഇന്ത്യയിലടക്കുക, ഒരിടത്ത് നടന്നിട്ടില്ല. അങ്ങനെ പോയ സ്പൂണ് കൊണ്ട് ജയിൽ വാർഡനെ കുത്തിയിട്ട് 14 അടി പൊക്കമുള്ള മതില് ചാടിക്കടന്നു പോയ ആളുകളെ സിനി എന്ന പേര് പറഞ്ഞ് പോയിന്റ് ബ്ലാങ്കിലും നെഞ്ചിലേക്ക് വെടിയുണ്ട് തകർക്കി കഴിയുമ്പോ നീതിന്യായ വ്യവസ്ഥയുടെ മുമ്പിൽ ഹാജരാക്കലല്ല ചെയ്യേണ്ടത്. നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്ന് പറയുമ്പോ എന്തുകൊണ്ടാണ് ഇതിനെ ഭയക്കുന്നത്? സിനി എന്ന 2 അക്ഷരമാണെങ്കിലും മാവോവാദി എന്ന 4 അക്ഷരമാണെങ്കിലും അക്ഷരങ്ങളെ ഭയക്കുകയും ആശയങ്ങളെ ഭയക്കുകയും ആയുധങ്ങളെ ഉപയോഗിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ഞാനൊന്ന് ചോദിക്കട്ടെ നിങ്ങളോട്, മലയാള മണ്ണിലില്ല, ഹരിയാനയിലാണ്, ഗുജറാത്തിലാണ് പച്ചക്ക് തീ കൊളുത്തിയതെന്ന് പറയുമ്പോ മലയാളത്തിന്റെ മണ്ണിലല്ല പച്ചക്ക് വെടിയുതിർത്തത്? എന്തുകൊണ്ടാണ് ഇവിടെ ഇരട്ട നീതി നടപ്പാകുന്നത്? മതപ്രബോധകരെ തേടി പീസ് സ്കൂളിൽ അവിടെ നിയമത്തിന് വിരുദ്ധമായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ മതപരിവർത്തനത്തിന്റെ ക്ലാസ് കൊടുക്കുന്ന ഒരു പാഠപുസ്തകം കേരളത്തിന്റെ വിദ്യാലയത്തിൽ വേണമെങ്കിൽ വേണ്ട, നമുക്കതിനകത്ത് നടക്കൊന്നുമില്ല. അത് അന്വേഷിച്ചതിന്റെ പ്രതികളെ കണ്ടെത്തിക്കോട്ടെ. പക്ഷേ കേരളത്തിന്റെ അനാഥാലയങ്ങളിലേക്ക് ഈശക്കടത്തുന്ന ഓമന പേരും പറഞ്ഞ് കറുത്ത ബൂട്ട്സും കാക്കിയുടെ വേഷവുമായി ഇവിടുത്തെ പോലീസ് അരിച്ചു കയറുമ്പോ, മതപ്രബോധകരുടെ സ്ഥാപനങ്ങളിലേക്ക് റെയ്ഡ് നടത്തുമ്പോ ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ, നാളെ 19-ാം തീയതി ഞാൻ 9:30 ട്രെയിൻ എനിക്ക് പോകണം, അതുകൊണ്ടാണ് ഇപ്പൊ എന്നെ വിളിച്ചത്. ഞാൻ പോവുകയാണ് അതിൽ പങ്കെടുക്കാൻ. നാളെ 19-ാം തീയതി മലപ്പുറം ജില്ലയിലെ തിരൂരിലെ കൊടിഞ്ഞിയിൽ ഒരു പാവപ്പെട്ട ഫൈസൽ എന്ന ചെറുപ്പക്കാരനെ നടുറോഡിലിട്ട് വെട്ടിയെറിഞ്ഞ ആളുകൾ, ആ വെട്ടിയെറിഞ്ഞ ആളുകൾ തന്റെ പിതാവിനെ വെട്ടിയെറിഞ്ഞ പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഫൈസലിന്റെ പിഞ്ചുകുഞ്ഞുങ്ങൾ നാളെ കൊടിഞ്ഞിയിൽ ഹർത്താൽ ആചരിച്ച് അവർ സമരമുഖത്തേക്ക് ഇറങ്ങുകയാണ്. ഫൈസൽ എന്ന് പറയുന്ന പാവപ്പെട്ട അറേബ്യയിൽ പോയി അവിടുത്തെ സംസ്കാരം കണ്ട് മുസ്ലിമായ ഫൈസൽ എന്ന ചെറുപ്പക്കാരൻ, ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരനെ പട്ടാപ്പകല് അവന്റെ മുമ്പിലിട്ട് വെട്ടിയെറിഞ്ഞ് വൈകുന്നേരം വീട്ടിലെത്തിയപ്പോ രാവിലെ പോയ ഉപ്പാന്റെ ഏതു മുഖത്താണ് മുത്തം കൊടുത്തതെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ ആ മനുഷ്യനെ വെട്ടിക്കൊലപ്പെടുത്തുമ്പോ അതിന്റെ ഗൂഢാലോചന നടന്നത് മറുഭാഗത്തുള്ള RSSന്റെ കാര്യാലയത്തിലാണ് എന്ന് ഉറപ്പായിട്ട്
അനാഥാലയത്തിലേക്കും മുസ്ലിം മതസ്ഥാപനങ്ങളിലേക്കും കടന്നു പോകുന്ന കാക്കിക്ക് എന്തുകൊണ്ടാണ് കാവിയുടെ നിറം കാണുമ്പോൾ മുട്ടിടിക്കുന്നത് എന്ന് മലയാളത്തിന്റെ ജനാധിപത്യ വിശ്വാസികൾ ഒരു സംശയം ചോദിച്ചാൽ ആ സംശയം ഒരു അസ്ഥാനത്താണ് എന്ന് നമ്മൾ കരുതുന്നില്ല. ആ സംശയ സ്ഥാനത്താണോ? മതപ്രബോധകരെ കയറി സ്കൂളുകളിൽ കയറുന്നവർ, ദറസുകളിൽ കയറുന്നവർ, അനാഥാലയത്തിൽ കയറുന്നവർ എന്തുകൊണ്ട് ഈ അടുത്ത കാലത്തായി കേരളത്തിന്റെ കാക്കി വേഷത്തിന് കാവിയെ കാണുമ്പോൾ മുട്ടിടിക്കുന്നു എന്ന് ചോദിച്ചാൽ, എന്തുകൊണ്ട് ഫൈസലിന്റെ വധശ്രമത്തിന്റെ ഗൂഢാലോചന നടന്ന സംഘപരിവാർ ആസ്ഥാനത്തിലെ ഒന്ന് കയറാൻ, അതിന്റെ ഒന്ന് തെളിവ് ശേഖരിക്കാൻ ഇത്ര വലിയ ഇന്ത്യയിലെ ഏറ്റവും സുശക്തമായ, ഏറ്റവും നല്ല കുറ്റാന്വേഷണത്തിൽ ചാതുരിയുള്ള മലയാളത്തിന്റെ പോലീസിന്, കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിന് എന്തുകൊണ്ട് കഴിയുന്നില്ല? ന്യായമായ ചോദ്യമാണത്. ഇവിടെയാണ് നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്ന് പറയുമ്പോൾ നമുക്ക് ആശങ്കയുണ്ടാകുന്നത്. നമ്മുടെ ആശങ്കകൾ അസ്ഥാനത്തല്ല. ഇതുവരെ നിയമത്തിന്റെ വഴികളിലേക്ക് പോകുന്നില്ല. അതുകൊണ്ട് നാം പറയുന്നത് ഫൈസലിന്റെ കൊത്തിയെറിഞ്ഞത്. ഇനി ഞാൻ ചോദിക്കട്ടെ, ആ കൊടിഞ്ഞിയുടെ മറുഭാഗത്താണ് തിരൂരി യാത്ര എന്ന് പറയുന്ന പാവപ്പെട്ട ഒരു മനുഷ്യനെ വെട്ടിയെറിഞ്ഞത്. അതിലെ പ്രതിയെ ഹാജരാക്കി കോടതി വെറുതെ വിട്ടു. ആ പ്രതിയാണ് രണ്ടാമത് ഫൈസൽ വധത്തിന്റെയും ആസൂത്രകൻ. ഇവിടെയാണ് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞത്, ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത്. അപരാധികൾ രക്ഷപ്പെട്ടാലും കുറ്റം ചാർത്തപ്പെട്ട് അയാൾ ജയിലിനുള്ളിലായിരുന്നുവെങ്കിൽ ഇന്ന് കൊടിഞ്ഞിയിലെ ഫൈസൽ ജീവിച്ചിരിക്കുമായിരുന്നു. നീതി നിർവഹണം ജോർജ് ഉണക്കോട് പറഞ്ഞതുപോലെ ഇന്ത്യയുടെ ജുഡീഷ്യറി ഒരു ചലഞ്ച് വലയാണ്. അതിൽ കൊതുകോ ഈച്ചയോ പെടൂ, അതിനകത്ത് സിംഹമോ കൊമ്പനോ ഒന്നും പെടില്ല. ജോർജ് ഓണക്കൂറിന്റെ വാക്കാണിത്. ഇന്ത്യയുടെ ജുഡീഷ്യറി ഒരു ചലഞ്ച് വലയാണ്. ഇത് പറയുന്ന കബീർ ബാക്കവി മാത്രമല്ല, ഇത് പറയുന്ന യൂനുസ് സാഹിബ് മാത്രമല്ല, ഇത് പറയുന്ന അബ്ദുറഹ്മാൻ സാഹിബ് മാത്രമല്ല, കേരളത്തിന്റെ സാഹിത്യ നായകന്മാർ പോലും. അവസാനം എം അക്ബറോയി കമൽ പാകിസ്ഥാനിലേക്കുള്ള വണ്ടികൾ കേരളത്തിൽ തന്നെ ബോർഡ് വെക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതിലേക്ക് പോകാൻ ആളുകൾ നിറഞ്ഞു കയറുന്നു. കമൽ കയറാൻ പോകുന്നു. അതിന്റെ അകത്തേക്ക് എം ജി വാസുദേവൻ നായർ, മലയാളത്തിന്റെ എഴുത്തുകാരൻ എം ജി വാസുദേവൻ നായർ പാകിസ്ഥാനിലോട്ട് കയറാൻ വേണ്ടി പോകുന്നു. ഇതിന്റെ അർത്ഥം ഞാൻ കൂടുതൽ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. ധാരാളം പ്രഭാഷണങ്ങളും പ്രാതിനിധ്യങ്ങളും അവിടെ നടന്നു പോകേണ്ടതുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ പറയുന്നത്, ഇവിടെ ഒരാളല്ല ഇര. ഇര എന്നത് ഇവിടെ മുസ്ലിം സമുദായം മാത്രമല്ല ഇര എന്ന ഒരു തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാവേണ്ടതുണ്ട്. മുഴുവൻ ക്രൈസ്തവ സഹോദരങ്ങളോടും ഏക സിവിൽ കോഡ് വരുമ്പോഴും പ്രതിഷേധം മുസ്ലിം സമൂഹത്തിനാണ്. എന്തുകൊണ്ടാണ് മുസ്ലിങ്ങൾ മാത്രം ഇത്ര വലിയ പ്രശ്നം? ഏക സിവിൽ കോഡ് മുസ്ലിങ്ങളെ മാത്രമല്ല ബാധിക്കുക, ക്രിസ്ത്യാനികളെ ബാധിക്കും, ഹിന്ദുക്കളെ ബാധിക്കും. പിന്നെ മുസ്ലിങ്ങൾക്ക് മാത്രം എന്താണ് വിഷയം എന്ന് ചോദിച്ചാൽ ഞങ്ങൾ പറയുന്നത്, ഞങ്ങൾ ഈ പ്രതിഷേധം സംഘടിപ്പിക്കാൻ കാരണം ഈ കാക്കിയിട്ട വേഷത്തിൽ പോസ്റ്റ്മാനെ കണ്ടാലും മുട്ടിടിക്കുന്ന സ്വഭാവം നമുക്കില്ലാത്തത് കൊണ്ടാണ് ഉച്ചത്തിൽ ഇത് പറയുവാൻ നമുക്ക് കഴിയുന്നത് എന്ന് 1000 വട്ടം നമുക്ക് പറയേണ്ടതുണ്ട്. നമ്മുടെ പ്രതിഷേധത്തിന്റെ സ്വരം നമ്മൾ ജനാധിപത്യ വ്യവസ്ഥയിലാണ് പ്രതിഷേധിക്കുന്നത്. പറയാനുള്ളത് അതുകൊണ്ട് ആരൊക്കെയാണോ, ഞാൻ ഒരു കാര്യം ഉറപ്പായി പറയുന്നു, അഡോൾഫ് ഹിറ്റ്ലറിന്റെ പ്രേതം ഇന്ത്യയിൽ അധികാരത്തിൽ വന്നു എന്ന് പറഞ്ഞാൽ ഹിറ്റ്ലറിന്റെ പ്രേതം ഇന്ത്യയിൽ വിരാജിക്കുന്നുണ്ട്. എതിർ സ്വരങ്ങളെ മുഴുവനും ഏകാധിപത്യത്തിന്റെ അങ്ങനെ തന്നെയാണ്. തന്നെ എതിർക്കുന്നവരാടെയാ എന്നറിയാൻ മരിച്ചതുപോലെ കിടന്നിട്ട് തന്റെ അടുക്കൽ വന്ന് മരിച്ചു കിടക്കുന്ന തന്നെ കാണുമ്പോ ഇവൻ മരിച്ചല്ലോ എന്ന് ആശ്വാസമുതിർത്ത ആളുകളെ നേരെ കാലെ കൂട്ടി കരുതി വച്ചിരുന്ന തോക്കെടുത്ത് അവരെ വെടിവെച്ച് വീട്ടിയ ഏകാധിപതി ഗോമസിന്റെ കഥകൾ ചരിത്രത്തിൽ കേട്ടിട്ടുണ്ട്. തന്നെ ആരാണ് എതിർക്കുന്നറിയാൻ ഗോമസ്, ഏകാധിപതിയായ ഗോമസ് മരിക്കുന്നത് പോലെ കടന്നത്രേ. വന്നപ്പോ ഇതിനെ ചത്തവനെ പേടിക്കേണ്ട കാര്യമില്ലല്ലോ. കാണാൻ വന്ന ആളുകൾ അതേവരെ അയാളുടെ ദുശ്ചൈതികൾ മുഴുവനും മനസ്സിലടക്കി പിടിച്ച് അവർ വന്നു പറഞ്ഞു, ഏതായാലും ഇയാൾ ചത്തല്ലോ, രക്ഷപ്പെട്ടു. ഇവൻ തന്റെ എതിരാളിയാണെന്നറിഞ്ഞപ്പോൾ അയാൾ ചാടി എഴുന്നേറ്റ് തോക്കുകൊണ്ട് വെടിവെച്ചു കൊന്നു എന്നാണ് ചരിത്രത്തിന്റെ ഇന്നലകളിൽ ഏകാധിപതികളുടെ കഥ. അതുകൊണ്ട് പ്രതികരിക്കുന്നവനെ നിശബ്ദനാക്കുവാനും ആ നിശബ്ദതയ്ക്ക് UAPA എന്ന കരിനിയമം ചാർത്തപ്പെടുമ്പോഴും ഇനി നമുക്ക് ഒന്നിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, ഇതിനെതിരെ പ്രതിഷേധിക്കാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ ലോക ചരിത്രത്തിൽ ഏറ്റവും വലിയ നിസ്സംഗതയുടെ സമൂഹമായി നാം അടയാളപ്പെടുത്തുമെന്ന കാര്യം ആരും മറന്നു പോകരുത്. അതുകൊണ്ട് മാറി വരുന്ന ഇടത് വലത് സർക്കാരുകളോട്, മുഖ്യമന്ത്രി നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയോട് നമുക്ക് പറയാനുള്ളത്, ന്യൂനപക്ഷത്തിന്റെ തിരിച്ചറിവാണ് അധികാരങ്ങളിലേക്ക് ഓരോ ഇടക്കാലങ്ങളിലും ആരോഹണമുണ്ടാക്കിയതെങ്കിൽ ആ ന്യൂനപക്ഷത്തിന് ആശങ്കകൾ പരിഹരിക്കപ്പെടാൻ, ആ ന്യൂനപക്ഷത്തിന്റെ ആശങ്കകൾ പരിഹരിക്കപ്പെടാൻ പ്രതികരിക്കുന്നവനെ മുഴുവനും UAPA എന്ന കരിനിയമം ചാത്തുമ്പോൾ പ്രതികരിക്കാൻ ഇവിടെ ആർക്കും സാധ്യമല്ലേ എന്ന് ജനാധിപത്യ വിശ്വാസികൾ ചോദിച്ചാൽ ആശ്ചര്യം മാന്യമല്ലേ? അതുകൊണ്ട് ഹിറ്റ്ലറുടെ പ്രേതം ഇന്ത്യയിലേക്ക് പോകുമ്പോൾ, ഇന്ത്യയിലൂടെ നടന്നു പോകുമ്പോൾ ഈ ഒരു പ്രതിഷേധ സംഗമം ഇതിന്റെ മുഴുവൻ തലക്കെട്ടിന്റെ മുദ്രാവാക്യം എടുത്തുകൊണ്ട് ഞാൻ പറയാൻ, ഹിറ്റ്ലറുടെ പ്രേതം ഇന്ത്യയിൽ കറങ്ങി നടക്കട്ടെ. അത് ഗുജറാത്തിൽ കറങ്ങി, ഉത്തർപ്രദേശിൽ കറങ്ങി, ആസാമിൽ കറങ്ങി, മണിപ്പൂരിൽ കറങ്ങി,
പക്ഷേ സഹ്യപർവ്വത നിരകൾ തല ഉയർത്തി കാവൽ നിൽക്കുന്ന മതനിരപേക്ഷതയുടെ, മതസൗഹാർദ്ദത്തിന്റെ, സാംസ്കാരിക തനിമയുടെ, കൃത്യമായ ബോധത്തിന്റെ, ദിശയുടെ ഒരു സന്ദേശം നൽകിയ ഈ കേരളത്തിന്റെ മണ്ണിലേക്ക് ആ പ്രേതത്തിന് ഇടമൊരുക്കരുത് എന്ന് ഇതിന്റെ കാവൽക്കാരോട് കൃത്യമായി ആ ഫാസിസത്തിന്റെ പ്രേതങ്ങളെ നമ്മുടെ ഈ മലയാള മണ്ണിലേക്ക് കടത്തിക്കൊണ്ടു വരരുത് എന്ന്, അങ്ങനെ വന്നാൽ ചരിത്രത്തിന്റെ ഏറ്റവും വലിയ കേരളത്തിന്റെ ചരിത്രങ്ങളിൽ മറ്റൊരു രീതിയിൽ നിങ്ങളെ അടയാളപ്പെടുത്തേണ്ടി വരുമെന്ന് പ്രിയപ്പെട്ട ഭരണാധികാരികളോട് ഈ ആശങ്ക അകറ്റാൻ, ഈ കാവലൊരുക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് എന്ന് ഓർമ്മിപ്പിച്ചു.